അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നമ്മൾ ഇനി പറയാനുള്ളത് സക്കരിയ നബിയുടെ ചരിത്രമാണല്ലോ. സക്കരിയ നബി അലൈഹിസ്സലാം ഒരു മകനുണ്ടാവുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല ഉത്തരം നൽകി എന്നുള്ള വിഷയങ്ങളാണ് ഇനി നമുക്ക് സക്കരിയ നബിയുടെ ചരിത്രത്തിൽ പറയാനുള്ളത്. വലൗനുൽ ആഖർ, ഇതൊരു മറ്റൊരു തരം എന്നർത്ഥം. മിൻ ആന ഇല്ലാഹ്, മിൻ ആല ഇല്ലാഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട മറ്റൊരു തരമാണ്, മറ്റൊരു ഇനമാണ് ഇവിടെ പറയാൻ പോകുന്നത് എന്നർത്ഥം. ആല പറഞ്ഞാൽ ആയത്ത്, ദൃഷ്ടാന്തം. അലാ ഇബാദിഹി, തൻ്റെ അടിമകൾക്ക് അള്ളാഹു താല നൽകുന്ന അനുഗ്രഹങ്ങൾ. വ ആയാത്തി ഖുദ്റത്തിഹി, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളും. അല്ലത്തി അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളും. അല്ലത്തി അഹാത്തത് ബികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെ പറ്റിയും മുഴുവനായി അറിയുന്ന. അഹാത്തത് ബികുല്ലി ഷൈഇൻ, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അത് ചുറ്റിപ്പറ്റിയിരിക്കുന്നു. അഹാത്ത എന്ന് പറഞ്ഞാൽ വലയം ചെയ്തിരിക്കുന്നു. ആ ഖുദ്റത്ത് വലയം ചെയ്തിരിക്കുന്നു. ബികുല്ലി ഷൈഇൻ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും വലയം ചെയ്തിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളും തൻ്റെ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളുടെ മറ്റൊരു തരം ചരിത്രമാണ് ഇവിടെ പറയാനുള്ളത്. തജല്ല ഫീ ദുആഇ സക്കരിയ അലൈഹിസ്സലാം, സക്കരിയ നബിയുടെ പ്രാർത്ഥനയിൽ പ്രത്യക്ഷപ്പെട്ടു വന്ന ലിവലദിൻ സ്വാലിഹിൻ റളിയിൻ, ലിവലദിൻ ഒരു കുട്ടിക്ക് വേണ്ടി, സ്വാലിഹിൻ നല്ല സൽസ്വഭാവിയായ, റളിയിൻ നല്ല ഇഷ്ടപ്പെടുന്ന, നല്ല റളിയ് പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടുന്ന, നല്ല സ്നേഹഭാജനം അല്ലേ, സ്നേഹം. റളിയ് പറഞ്ഞാൽ സ്നേഹമുള്ള എന്നൊക്കെ അർത്ഥത്തിനിക്ക്. സ്വാലിഹിൻ നല്ല നല്ല ഒരു കുട്ടിക്ക് വേണ്ടി സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ, ആ ദുആയിൽ പ്രകടമായത് എന്നർത്ഥം. ഖുദ്റത്ത് എങ്ങനത്തെ കുട്ടിയായിരിക്കണം? ബർറിൻ തഖിയ്യിൻ, നല്ല ബർറ് എന്ന് പറഞ്ഞാൽ നല്ല ഗുണവാനായിരിക്കണം. തഖിയ്യിൻ നല്ല മുത്തഖിയുമായ ഒരു കുട്ടിക്ക് വേണ്ടി സക്കരിയ നബി പ്രാർത്ഥിക്കുകയാണ്. എരിസുഹു, ആ കുട്ടി ഈ സക്കരിയ നബി അനന്തരമെടുക്കും. അതുപോലെ തന്നെ വയ്യരിസു മിൻ ആലി യാക്കൂബ, ആലി യാക്കൂബ് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ പരമ്പരയിൽ നിന്നും അനന്തരമെടുക്കുന്ന അങ്ങനത്തെ ഒരു കുട്ടി. യഖൂം ബിദ്ദഅവതി ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന. യഖൂം ബിദ്ദഅവ, ഖാമ ബി പറഞ്ഞാൽ നിർവഹിക്കുക എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദഅവത്ത് നിർവഹിക്കുന്ന, അള്ളാഹുവിലേക്ക് ദഅവത്ത് നിർവഹിക്കുന്ന ഒരു കുട്ടി. വദാലിക, അങ്ങനത്തെ പ്രാർത്ഥനകളും അള്ളാഹുവിൻ്റെ പ്രാർത്ഥനകൾക്ക് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മുഖേന അതിന് മറുപടി നൽകുന്നതൊക്കെ ഹീന തഖദ്ദമത്ത് ബിഹി സിന്നു, അദ്ദേഹത്തിൻ്റെ വയസ്സ് അധികം മുന്നോട്ട് പോയപ്പോഴാണ്, അതാണ് അധികം വയസ്സായപ്പോഴാണ്. വഹന മിൻഹുൽ അളമു, അദ്ദേഹത്തിൻ്റെ എല്ലുകളെല്ലാം വഹന, അതൊക്കെ ദുർബലമായ സമയത്ത് എന്ന് പറഞ്ഞാൽ വയസ്സായ സമയത്താണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനയോ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല ഉത്തരം നൽകുന്നതുമെല്ലാം. അതുപോലെ തന്നെ വലജ്ജ ബിഹി ഷൈബു, അദ്ദേഹത്തെ ഷൈബ് നര, തലയിൽ മുടി നിരക്കലുണ്ടല്ലോ, ആ നിരക്കൽ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ലജ്ജ ബിഹി പറഞ്ഞാൽ അലട്ടുക എന്നൊക്കെ അർത്ഥം കേട്ടോ. അപ്പോൾ ഈ നര ബാധിച്ചത് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ. വങ്കത റജാഉ, അതുപോലെ തന്നെ പ്രതീക്ഷകൾ മുറിഞ്ഞു പോയ സമയമായിരുന്നു. മിൻ അൻതലിദ സൗജുഹു, തൻ്റെ സൗജന ഇണ, അതഞ്ഞ് ആണായാലും പെണ്ണായാലും. അപ്പോൾ സക്കരിയ നബി ആകുമ്പോൾ തൻ്റെ ഭാര്യ പ്രസവിക്കുന്നതിൽ നിന്നും പ്രതീക്ഷകൾ മുറിഞ്ഞു പോയ അവസരത്തിൽ ഫഅജാബ അല്ലാഹു തആല ദുആഹു, അള്ളാഹു സക്കരിയ നബിയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി. വകദ്ദബ ളുനൂനൻ നാസി, ജനങ്ങളുടെ തെറ്റുധാരണകൾക്ക് തെറ്റുധാരണകളെല്ലാം അള്ളാഹു തആല നിഷേധിച്ചു, കളവാക്കി. അങ്ങനെ വഅബ്തല തജാരീബൽ ഖദീമ, മുമ്പുണ്ടായിരുന്ന എല്ലാ അൽ അബ്താൽ അബ്തല എന്ന് പറഞ്ഞാൽ ബാത്തിലാക്കി കളഞ്ഞു, നിഷ്പ്രഭമാക്കി കളഞ്ഞു. അത്തജാരീബ്, അനുഭവങ്ങൾ. അൽ ഖദീമത്തി, മുമ്പുണ്ടായിരുന്ന. വയസ്സാൽ കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങൾ, ആ അനുഭവങ്ങളെല്ലാം അള്ളാഹു തആല ബാത്തിലാക്കി കളഞ്ഞു. എന്നിട്ട് ഫറസഖഹുല്ലാഹു വലദർ റാഷിദ, അള്ളാഹു തആല സക്കരിയ നബി അലൈഹിസ്സലാമിനിക്ക് റിസ്ക് നൽകി എന്ന് പറഞ്ഞാൽ സൗഭാഗ്യം നൽകി. എന്തിനാൽ? വലദൻ റാഷിദൻ, നല്ല തൻ്റെടിയായ, നല്ല സൽസ്വഭാവിയായ ഒരു കുട്ടിയെ കൊണ്ട് അള്ളാഹു തആല റിസ്ക് നൽകി. ബക്കറ ബിഹിൻ നുബൂഉ വൽ ഹിക്മതു, നുബൂഗ് നൈപുണ്യം അല്ലെങ്കിൽ നിപുണതയും അതുപോലെ തന്നെ അൽ ഹിക്മത്തു തന്ത്രവും അദ്ദേഹത്തിൽ അള്ളാഹു തആല ബക്കറബി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊടുത്തു, അഥവാ
പ്രായത്തിനേക്കാളും പെട്ടെന്ന് എന്നർത്ഥം. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ബുദ്ധിയും നൈപുണ്യവും എല്ലാം കൊടുത്തു. ബക്കറബി പറഞ്ഞാൽ വേഗത്തിൽ ചെയ്യുക, പെട്ടെന്ന് ചെയ്യുക, ധൃതിയിൽ ചെയ്യുക എന്നൊക്കെയാണ് അല്ലാഹു താല അദ്ദേഹത്തിൽ നൽകിയെന്നർത്ഥം. നൈപുണ്യവും തന്ത്രങ്ങളും അതുപോലെ തന്നെ അൽ ഹിൽമു സഹനവും വൽ ഇൽമു അറിവും വൽ കിതാബു ഫിസ്സഗർ ചെറുപ്പത്തിൽ തന്നെ കിതാബും വഹുസ്സ ബിൽ ഹനാനി അതുപോലെ തന്നെ വഹുസ്സ ബിൽ ഹനാൻ. ഹനാൻ എന്ന് പറഞ്ഞാൽ എന്താ? ദയ അല്ലേ? ദയ കൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകമാക്കപ്പെട്ടു, ഒരു സ്നേഹ വാത്സല്യം കൊണ്ട്. അതുപോലെ തന്നെ വസ്വലാഹി നന്മകൾ കൊണ്ടും തഖ്വ കൊണ്ടും വൽബിരി ബിൽ വാലിദൈനി മാതാപിതാക്കൾ ഗുണം ചെയ്യൽ കൊണ്ടും വര്യക്കത്തി അതുപോലെ തന്നെ ഒരു എന്താ പറയുക താന്നു കൊടുക്കുന്ന തായ്മയും വലീനിൽ കനഫി. ലീനിൽ കനഫ് എന്ന് പറഞ്ഞാൽ സഹായത്തിൻ്റെ മൃദുലത. കനഫ് പറഞ്ഞാൽ സഹായം, സംരക്ഷണം എന്നൊക്കെ അർത്ഥം. അല്ലീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൃദുലതയും. അപ്പോൾ എത്രത്തോളം ഒരു മറ്റുള്ളവർക്ക് താങ്ങാവാൻ പറ്റുമോ എന്നർത്ഥം. അതുവർക്ക് സഹായമാവുക, സഹായത്തിലെ മൃദുലതയും അതുപോലെ തന്നെ വര്യഖത്ത് തായ്മയും. ഹഫ്ദുൽ ജനാഹ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി ചിറകുകൾ താഴ്ത്തി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ സഹായങ്ങൾ ചെയ്തിരുന്നു. അങ്ങനത്തതിലെല്ലാം അള്ളാഹു താല അദ്ദേഹത്തിൽ പെട്ടെന്ന് നൽകി. ഈ മകനിൽ അള്ളാഹു താല പെട്ടെന്ന് നൽകി. അങ്ങനെ വറബത്തല്ലാഹു അലാ ഖൽബി സക്കരിയ. അങ്ങനെ അള്ളാഹു താല മകനെ തൻ്റെ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ഹൃദയവുമായി ബന്ധിപ്പിച്ചു. ഫഅറാഹു ആയാത്തിൻ തദുല്ലു അലാ ഖുദ്റത്തില്ലാഹിൽ വാസിയ. അങ്ങനെ അള്ളാഹു താല അറാഹു അദ്ദേഹത്തിനേക്ക് സക്കരിയ നബിക്ക് കാണിച്ചു കൊടുത്തു. ആയാത്തിൻ ദൃഷ്ടാന്തങ്ങൾ. എങ്ങനത്തെ ദൃഷ്ടാന്തങ്ങളാണ്? തദുല്ലു അതറിയിക്കുന്നു അലാ ഖുദ്റത്തില്ലാഹിൽ വാസിയ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ മേൽ. അൽ വാസിയത്തി അതിവിശാലമായ തന്നെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ മേൽ അറിയിച്ചു കൊടുത്തു. അന്നഹു യഫ്അലു മാ യശാ അവൻ ഉദ്ദേശിച്ചതൊക്കെ അവൻ ചെയ്യും. അള്ളാഹു പറയണം അവൻ ഉദ്ദേശിച്ചതൊക്കെ അവൻ ചെയ്യും. അതുപോലെ തന്നെ വഅറാഹു തസറുഫഹു ഫീ ഖൽഖിഹി. വഅറാഹു അങ്ങനെ അള്ളാഹു തആല സക്കരിയ നബിക്ക് കാണിച്ചു കൊടുത്തു തസറുഫഹു മാറ്റങ്ങളും ഫീ ഖൽഖിഹി കുട്ടിയിലുള്ള സൃഷ്ടിപ്പിലുള്ള മാറ്റങ്ങളൊക്കെ. വഫി അളാഇ ജിസ്മിഹി അത് ആ കുട്ടിയിലുണ്ടാകുന്ന അവയവത്തിലുണ്ടാകുന്ന തസറുഫാത്തുകളും വലുപ്പം വ്യത്യാസങ്ങളൊക്കെ അള്ളാഹു താല സക്കരിയ നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്തു. യുഹരിക്കുമായ ഷാ അള്ളാഹു ഉദ്ദേശിച്ച അത്ര മാത്രമേ അത് ചലിക്കുന്നുള്ളൂ. യുഅത്തിലുമായ ഷാ അള്ളാഹു ഉദ്ദേശിച്ചതൊക്കെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അതൊക്കെ ഉപേക്ഷിക്കുകയും. യുഅത്തിലു തഅത്തീൽ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നൊക്കെ അർത്ഥം. ഒഴിവാക്കുക, ഉപയോഗിക്കാതെ വിടുക. ഇപ്പോൾ തഅത്തീൽ എന്ന് പറഞ്ഞാൽ ജോലി രഹിതനാവുക എന്നൊക്കെ എനിക്ക് തഅത്തീൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനെ ഉപയോഗിക്കാതെ അതിന് അള്ളാഹു ഉദ്ദേശിച്ചതിന് അള്ളാഹു അതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അങ്ങനെ തഹഖഖ ലഹു അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാമിനിക്ക് ദൃഢവിശ്വാസമായി അന്നൽ കൗന കുല്ലഹു ബിയദി. അന്നൽ കൗന പ്രപഞ്ചം പ്രപഞ്ചം മുഴുവൻ ബിയദിഹി അവൻ്റെ കയ്യിലാണെന്ന്. യുഖ്രിജുൽ ഹയ്യ അവൻ ജീവനുള്ള വസ്തുവിനെ യുഖ്രിജുൽ ഹയ്യ ജീവനുള്ള വസ്തുവിനെ അവൻ പുറപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവൻ പുറത്തു കൊണ്ടുവരുന്നു. മിനൽ മയ്യത്ത് ഈ മയ്യത്തിൽ നിന്നും ശവത്തിൽ നിന്നും ജീവനുള്ള വസ്തുവിനെ പുറത്തു കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ വയുഖ്രിജുൽ മയ്യത്ത ശവത്തെ പുറത്തു കൊണ്ടുവരുന്നു. മിനൽ ഹയ്യി ജീവനുള്ള വസ്തുവിൽ നിന്നും. വയർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ് ഒരു വിചാരണയും കൂടാതെ, ഒരു ഹിസാബും ഒരു വിചാരണയും കൂടാതെ അവൻ ഉദ്ദേശിച്ചവർക്ക് അവന് റിസ്ക് നൽകുകയും ചെയ്യുന്നു. പിന്നെ ഇതോടൊപ്പം തന്നെയുള്ള കുറച്ച് ഇതിലെ പ്രധാന പദങ്ങളൊന്ന് നോക്കട്ടോ. നമ്മുടെ ഇന്നെടുത്ത പാഠത്തിലെ പ്രധാന പദങ്ങളൊന്നും കൂടി നമുക്ക് നോക്കാം. ലൗനുൻ എന്ന് പറഞ്ഞാൽ ഒരു നിറം, അല്ലെങ്കിൽ ഒരു തരം, അല്ലെങ്കിൽ ഒരു ഇനം എന്നൊക്കെ അർത്ഥം. ഓക്കെ. ആഹർ എന്ന് പറഞ്ഞാൽ മറ്റൊരു. അലാ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നാണ്. ഓക്കെ. അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ എന്നർത്ഥം. അലാ പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ കേട്ടോ. ഇബാദാണ് തൻ്റെ അടിമകൾ. ആയാത്താണ് ദൃഷ്ടാന്തം. കുതിരത്ത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കുതിരത്ത്, അള്ളാഹുവിൻ്റെ കഴിവ് എന്നൊക്കെ അർത്ഥം. അഹാത്ത ബി എന്ന് പറഞ്ഞാൽ ചുറ്റി അറിയുക, വലയം ചെയ്ത് അറിയുക എന്നൊക്കെ അർത്ഥം. ചുറ്റിപ്പറ്റിയിരിക്കുന്നു, വലയം ചെയ്തിരിക്കുന്നു എന്നർത്ഥം അഹാത്തയുടെ അർത്ഥം കേട്ടോ. പിന്നെ തജല്ല എന്ന് പറഞ്ഞാൽ പ്രകടമാവുക, വ്യക്തമാവുക എന്നൊക്കെ അർത്ഥം. റളിയ്യുൻ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ട എന്നർത്ഥം. റിള എന്ന അർത്ഥം എനിക്കാണ്. ബർ എന്ന് പറഞ്ഞാൽ നല്ല സ്വാലിഹായ മനുഷ്യൻ, അഥവാ സ്വാലിഹ് എന്നർത്ഥം തന്നെ ബർ ഗുണവാൻ.
തഖി എന്ന് പറഞ്ഞാൽ മുത്തഖിയായ, നല്ല സൂക്ഷ്മാലുവായ എന്നർത്ഥം. വറസ യരിസു എന്ന് പറഞ്ഞാൽ അനന്തരം എടുക്കുക എന്നുള്ളതാണ്. ആലി യാക്കൂബ് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ പരമ്പര എന്നൊക്കെ അർത്ഥം, കുടുംബം, യാക്കൂബ് നബിയുടെ കുടുംബം. ഖാമ ബി പറഞ്ഞാൽ നിർവഹിക്കുക. ദാലിക ഹീന തഖദ്ദമത് ബിഹി സിന്ന പറഞ്ഞാൽ അധികം വയസ്സായപ്പോൾ എന്നർത്ഥം. ഓക്കെ, വയസ്സായപ്പോൾ. വഹന മിൻഹുൽ അളും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലുകളൊക്കെ ദുർബലമായി എന്നർത്ഥം. ലജ്ജ ബിഹി ഷൈബു എന്ന് പറഞ്ഞാൽ നേരെ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. ഇൻഖത്ത മുറിഞ്ഞു പോവുക, റജാ പ്രതീക്ഷ, അൻതലിദ സൗജുഹു പറഞ്ഞാൽ ഭാര്യ പ്രസവിക്കലിൻ്റെ പ്രതീക്ഷ എന്നർത്ഥം. അങ്ങനെ കദബലുനന്നാസ് ജനങ്ങളുടെ ധാരണകളെ അല്ലാഹു തആല നിഷേധിച്ചു. ഓക്കെ, അബ്തലന ബാത്തിലാക്കി, നിഷ്പ്രഭമാക്കി, അത്തജാരീബ് അനുഭവങ്ങളിൽ ഖദീമ മുമ്പുണ്ടായിരുന്ന, വലദൻ റാഷിദൻ പറഞ്ഞാൽ നല്ല തൻ്റെ ഇടമുള്ള, നല്ല സൽ സ്വഭാവിയായ എന്നൊക്കെ അർത്ഥം. ബക്കർ പറഞ്ഞാൽ ധൃതിയിൽ നൽകി, ധൃതിയിൽ ചെയ്തു, പെട്ടെന്ന് ചെയ്തു എന്നൊക്കെ അർത്ഥം. നുബൂഹ് എന്ന് പറഞ്ഞാൽ നൈപുണ്യത, നിപുണത എന്നൊക്കെ അർത്ഥം. ഹിക്മത്ത് പറഞ്ഞാൽ തന്ത്രം. അൽ ഹിൽമു എന്ന് പറഞ്ഞാൽ സഹനം. ഇൽമ പറഞ്ഞാൽ ഇൽമ്. ഖുസ്സ പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രത്യേകമാക്കപ്പെട്ടു. അൽ ഹനാൻ എന്ന് പറഞ്ഞാൽ ദയ, സ്നേഹം, അനുകമ്പ എന്നൊക്കെ അർത്ഥം. പിന്നെ റിഖത്ത് പറഞ്ഞാൽ തായ്മ. ഓക്കെ, ലീനിൽ കനഫ് പറഞ്ഞാൽ സഹായത്തിലെ മൃദുലത എന്ന് പറഞ്ഞാൽ അത്രയും സഹായം ചെയ്തു കൊടുക്കുന്ന മനസ്സ് എന്നൊക്കെ അർത്ഥം. ഹഫ്ദുൽ ജനാഹ് എന്നാൽ തൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ചിറകുകളെ നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. റബത്താന ബന്ധിപ്പിക്കുക. അറ എന്നുള്ളത് എന്താ, റയുടെ അഫ്അൽ വസ്നാണ് അറ, കാണിച്ചു കൊടുക്കുക. ഹു പറഞ്ഞാൽ അദ്ദേഹത്തിനിക്ക് എന്നർത്ഥം. തദുല്ലു പറഞ്ഞാൽ അറിയിക്കുന്ന, യഫ്അലുമായ ഷാവൻ ഉദ്ദേശിച്ച് ചെയ്യും. തസറുഫ് പറഞ്ഞാൽ മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ എന്നർത്ഥം. സൃഷ്ടിപ്പിലുള്ള, അതുപോലെ തന്നെ തൻ്റെ കുട്ടിയുടെ ശരീരത്തിൽ വരുന്ന അവയവങ്ങൾ, അംഗങ്ങൾ. ഓക്കെ, യുഹരിക്കു ചലിക്കുന്നുമായ ഷാ അവൻ ഉദ്ദേശിച്ചത്. യുഅത്തിൽ പറഞ്ഞാൽ അവൻ ഒഴിവാക്കുക. അത്തല യുഅത്തിൽ പറഞ്ഞാൽ ഒഴിവാക്കുക, ഉപയോഗിക്കാതെ ഒഴിവാക്കുക എന്നർത്ഥം. എന്നാണ് തഹക്കക പറഞ്ഞാൽ ഉറപ്പാവുക. കൗന പറഞ്ഞാൽ പ്രപഞ്ചം. യുഖ്രിജുൽ ഹയ്യ ജീവനുള്ള വസ്തുവിനെ മേൽ മയ്യത്തി ശവത്തിൽ നിന്നും. വയർസുഖു റിസ്ഖ് നൽകുക. മൻ യശാ അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക്. ബിഗൈരി ഹിസാബ് ഒരു വിചാരണയും ഒരു കണക്കും കൂടാതെ എന്നർത്ഥം. ഓക്കെ, അസ്സലാമു അലൈക്കും.